തിരുവനന്തപുരത്തേക്കൊന്ന് പോകാം. അവിടെ വീട് വാടകയ്ക്കെടുത്ത് ചാരായം വാറ്റിയ പ്രതി പിടിയിൽ. ആര്യനാട് സ്വദേശി ജിത്തു ആണ് പിടിയിലായത്. 190 ലിറ്റർ കോടയും 14 ലിറ്റർ ചാരായവും 30 ലിറ്റർ തിളച്ച കോടയും പിടികൂടിയിട്ടുണ്ട്. ഗോപാൽ ശിലാസനൽ വിവരങ്ങൾ നൽകും. ഗോപാലി, ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായിട്ടായിരുന്നോ പരിശോധന? അതെ ഷിഹാസ്, തീർച്ചയായിട്ടും ഓപ്പറേഷൻ തണ്ടർ കാര്യമായി തന്നെ സംസ്ഥാനത്തുടനീളം പുരോഗമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് തിരുവനന്തപുരം ആര്യനാട് ഇത്തരത്തിൽ ഒരു മിന്നൽ പരിശോധന ഉണ്ടായത്. ഈ പരിശോധനയിൽ വീട് വാടകയ്ക്കെടുത്ത് ചാരായം വാറ്റി വന്ന ഒരു 33-കാരനായ യുവാവിനെയാണ് പിടികൂടിയിരിക്കുന്നത്. തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയായിട്ടുള്ള ജിത്തു എന്ന യുവാവിനെയാണ് ഇത്തരത്തിൽ എക്സൈസ് സംഘം പിടികൂടിയത്. ഇയാളുടെ വീട്ടിൽ നിന്നും 190 ലിറ്റർ കോട, 14 ലിറ്റർ ചാരായം, 30 ലിറ്റർ തിളച്ച കോട എന്നിവ പിടികൂടി. ഈ 30 ലിറ്റർ തിളച്ച കോട ഉപയോഗിച്ച് അടുത്ത സെറ്റ് ചാരായം അതിന്റെ പണിപ്പുരയിലായിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ജിത്തു വലയിലായത്. ഇയാൾ ഇത്തരത്തിൽ വീട് വാടകയ്ക്കെടുത്ത് ഈ പരിപാടി നടത്തുന്നുണ്ട് എന്ന രഹസ്യവിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ എക്സൈസ് സംഘം പിടികൂടിയിട്ടുള്ളത്. വീടിന്റെ അടുക്കളയോട് ചേർന്ന മുറിയിൽ സൂക്ഷിച്ചിരുന്ന 14 ലിറ്റർ ചാരായം, അതിനോടൊപ്പം തന്നെ ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന ഗ്യാസ് സ്റ്റൗ, മറ്റ് വാറ്റ് വേണ്ടിയുള്ള കുടവും കലവും അടക്കമുള്ള ഉപകരണങ്ങളും എല്ലാം തന്നെ കണ്ടെത്തിയിരുന്നു. ഓണവിപണി ലക്ഷ്യമിട്ട് ഇയാൾ ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ തന്നെ ഒരു വാറ്റുചാരായം ഉണ്ടാക്കി വന്നിരുന്നത് എന്നതാണ് എക്സൈസ് സംഘം ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നത്. ആര്യനാട് എക്സൈസ് ഇൻസ്പെക്ടർ എസ് മുഹമ്മദ് റാഫിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അയാളെ പിടികൂടിയത്. ഈ എക്സൈസ് സംഘം എത്തുന്നത് അറിഞ്ഞുകൊണ്ട് ഇയാൾ വീടിന്റെ വാതിലുള്ളിൽ നിന്നും പൂട്ടി പിൻവശത്ത് കൂടി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അയാളെ വീട് വളഞ്ഞ് അതിസാഹസമായി ഓടിച്ചിട്ടാണ് എക്സൈസ് സംഘം പിടികൂടിയിട്ടുള്ളത്. ഇയാളെ എന്താണെങ്കിലും തുടർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റിമാൻഡ് ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ശരി, ഗോപാൽ ശിലാസനലാണ്